അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. ഈ വീഡിയോയിൽ തന്നെ ഫുൾ ലൈഫ് സ്റ്റോറിയും പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഞാൻ ബാലൻസ് അടുത്ത വീഡിയോയിൽ ഇടാം. ലൈഫ് സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് ഷഹീദായ സ്വഹാബിയത്തിൻ്റെ പേരെന്തായിരുന്നു എന്നാണ്. ഓരോ നബിമാർക്കും ഓരോ ഉമ്മത്താണ് ഉള്ളത്. നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഫസ്റ്റ് ഷഹീദായ സ്വഹാബിയത്തിൻ്റെ പേരാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ലൈഫ് സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയിൽ ചോദിക്കാം. ഇനി നമുക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ലൈഫ് സ്റ്റോറി പറയാം. ആരായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ? നമുക്കെല്ലാവർക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, പിന്നെ ഒരു ബിസിനസ് വുമണാണ് എന്നൊക്കെ. അതുപോലെ തന്നെ എല്ലാവർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഉമ്മത്തിലെ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച സ്ത്രീയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാം വഴി അള്ളാഹുവിൻ്റെ സലാം നേരിട്ട് കിട്ടിയ ഒരേ ഒരു സ്ത്രീ സ്വർഗത്തിലെ 4 രാജ്ഞികളിൽ ഒരാളുമാണ്. ഇനിയും ഒരുപാട് ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാനുണ്ട്. അത് ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. സ്വർഗത്തിലെ 4 രാജ്ഞികളിൽ ഒരാളാണ് ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 3 രാജ്ഞികൾ ആരൊക്കെയാണ്? അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻസർ അറിയത്തില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം വർഷം 556 മക്കയിൽ ഖുവൈലിദ് ബിൻ അസാദിനും ഫാത്തിമ ബിന്ത് സൈദയ്ക്കും ഖദീജ എന്ന മകൾ ജനിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഏകദേശം 1500 വർഷം കഴിഞ്ഞ് കാണും. എന്നിട്ട് നമ്മൾ ഖദീജ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു 200 വർഷം പോലും ആരും ഓർത്തിരിക്കത്തില്ല. ആർക്കും നമ്മളെ പേര് പോലും ഓർമ്മ കാണത്തില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാപ്പയായ ഖുവൈലിദ് ബിൻ അസാദ് ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു. ഖദീജ റളിയല്ലാഹു അൻഹ വളർന്നപ്പോൾ അതീഖ് ബിൻ ഐദൽ മഖ്സൂമി എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ വിവാഹത്തിൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഇത് നരേഷൻസിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ചില നരേഷൻസിൽ കുട്ടിയില്ലെന്നും പറയുന്നുണ്ട്. ഈ വിവാഹബന്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെടുകയുണ്ടായി. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഖദീജ റളിയല്ലാഹു അൻഹ അബൂ ഹാല ഇബ്ൻ സുറാറ എന്ന് പറയുന്ന ഒരാളെ വിവാഹം ചെയ്തു. അങ്ങനെ ഈ വിവാഹബന്ധത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഹാല എന്ന് പറയുന്ന പെൺകുട്ടിയും ഹിന്ദ് എന്ന് പറയുന്ന ആൺകുട്ടിയുമായി 2 കുട്ടികൾ ജനിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവും മരണപ്പെട്ടു പോയി. ഖുറൈശിലെ തന്നെ ഒരു ധനികയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഒരുപാട് പേർ ഖദീജ റളിയല്ലാഹു അൻഹയെ വീണ്ടും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ പുരുഷന്മാരെ വെച്ചായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. വിശ്വസ്തനായ കച്ചവടക്കാരനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കച്ചവടക്കാരനായി എടുക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് കച്ചവടത്തിനായി പോവുകയും ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് തൻ്റെ വിശ്വസ്തയായ മൈസറ എന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കച്ചവടത്തിനായി പറഞ്ഞുവിട്ടു. ഈ കച്ചവടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ലാഭം ഇതുവരെയും നിന്ന കച്ചവടക്കാരിൽ നിന്നും ഇരട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും കഴിവും ഒക്കെ വെച്ച് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വളരെ ഇംപ്രസ് ആവുകയും ചെയ്തിരുന്നു. കച്ചവടത്തിനായി കൂടെ പറഞ്ഞു വിട്ട മൈസറയും ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് പറയുകയും ചെയ്തിരുന്നു. ഇതുപോലെയുള്ള ഒരാളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ഒരുപാട് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമുണ്ടായി. ഈ സമയം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സെന്നും 35 വയസ്സാണെന്നും അങ്ങനെ 30 വയസ്സാണെന്നും ഒരുപാട് നരേഷൻസിൽ പറയുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ നരേഷൻസിലും പറഞ്ഞിട്ടുള്ളത് 40 വയസ്സാണെന്നാണ്. ഈ ആഗ്രഹത്തെ പറ്റി ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ സുഹൃത്തായ നഫീസ ബിന്ത് മുനവ്വയെ അടുത്ത് പറഞ്ഞു.
നല്ല തീരുമാനമാണെന്ന് നഫീസ ബിന്ത് മുനബയും ഖദീജ റളിയല്ലാഹുവിനോട് പറഞ്ഞു. അങ്ങനെ ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെത്തി. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിവാഹം നടന്നു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. അവർക്ക് 6 മക്കൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ 2 ആമക്കളായിരുന്നു. അബ്ദുള്ളയും അൽ ഖാസിമും എന്നാണ് പേര്. ഇവർ രണ്ടുപേരും കുഞ്ഞിലെ തന്നെ മരണപ്പെട്ടു പോവുകയുണ്ടായി. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ലൊരു ഭാര്യയായിരുന്നു. ഒരിക്കലും എനിക്കാണ് വയസ്സ് കൂടുതലെന്നോ എനിക്കാണ് പണം കൂടുതലെന്നോ എൻ്റെ കച്ചവടക്കാരനായിട്ട് നിന്നതെന്നോ ഒരു അഹങ്കാരവുമോ കാണിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്തിരുന്ന നല്ല ഭാര്യയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. സൈനബ്, റുക്കിയ, ഉമ്മുകുൽസും, ഫാത്തിമ എന്ന 4 പെൺമക്കളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കും ആൺമക്കളുടെ മരണശേഷം ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്റ എന്ന വാക്ക് പറയുകയും ചെയ്തു. സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇസ്ലാം മതത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും ആർക്കും വലിയ അറിവൊന്നുമില്ലാത്ത കാലമായിരുന്നു. ആ കാലഘട്ടത്തിനോടടുപ്പിച്ച് വേറൊരു പ്രവാചകനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റായിട്ട് നുബുവത്ത് കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ചുകൊണ്ട് ചെല്ലുകയും സമ്മിലൂനി സമ്മിലൂനി എന്ന് പറയുകയും ചെയ്തു. സമ്മിലൂനി എന്ന വാക്കിൻ്റെ അർത്ഥം പുതപ്പിക്കൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായ സന്ദർഭം എല്ലാം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെല്ലാം വിശ്വസിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കഴിവുകളെടുത്തും നല്ല സ്വഭാവങ്ങളും നല്ല പ്രവർത്തികളും എടുത്തു പറഞ്ഞും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകനാവാനുള്ള യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഈ സന്ദർഭമാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹുവിൻ്റെ സലാം കിട്ടാൻ ഇടയുണ്ടാക്കിയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ പേടിച്ച് വിറച്ച് ഓടി വരികയാണ്. നമുക്കിങ്ങനെ ഇസ്ലാമിനെ കുറിച്ചോ പ്രവാചകന്മാരെക്കുറിച്ചോ ഒന്നും അറിവില്ല. നമ്മുടെ മനസ്സിലപ്പോൾ എന്തായിരിക്കും വരുന്നത്? നമ്മളതെല്ലാം വിശ്വസിക്കുമായിരുന്നോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് അപ്പോൾ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വറക്ക ഇബ്നു നൗഫൽ എന്ന തൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോയി. വറക്ക ഇബ്നു നൗഫലിന് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒരുപാട് അറിവുണ്ടായിരുന്നു. ഇതിലൂടെ നമ്മൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും വിശ്വാസവും സപ്പോർട്ടും മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോലും ഖദീജ റളിയല്ലാഹു അൻഹയോട് ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ വറക്ക ഇബ്നു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഖദീജ റളിയല്ലാഹു അൻഹയോടും പറഞ്ഞു, ഉറപ്പാണ് ഇത് പണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹിസ്സലാമിനും അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർക്ക് വന്നിട്ടുള്ള അതേ മലക്കാണ്. താമസിയാതെ തന്നെ ഇനിയും അടുത്തതായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും സന്ദേശം തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അടുത്തതായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്ദേശം കൊടുക്കുകയും ചെയ്തു. പക്ഷേ വറക്ക ഇബ്നു നൗഫൽ ആ ദിവസത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം മരണപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയാണ് ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ സന്ദേശത്തിൽ വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബൂ താലിബ് റളിയല്ലാഹു അൻഹുവും അങ്ങനെ ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. ഇതൊക്കെ അറിഞ്ഞ് ഖുറൈശുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹ തനിക്കുണ്ടായിരുന്ന സമ്പത്തും തൻ്റെ എക്കണോമിക് പവറും എല്ലാം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് സംരക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ സലാമും എൻ്റെ സലാമും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കുവാൻ. മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം പിന്നും പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹയോട് അറിയിക്കണം, അള്ളാഹു സ്വർഗത്തിൽ ഒരു മുത്തുവെച്ച വീട് പണിയുന്നുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയിട്ടെന്ന്.
ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം കിട്ടിയ ഒരാളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.